നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഗ്യാസ് ചാമ്പറുകളിലിട്ട് പാവപ്പെട്ട തൊഴിലാളികളെ വേവിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവരെ അടിച്ച് കൂട്ടി കുത്തി നിറച്ച ബസ്സുകളിൽ സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടി കിടമത്സരം നടത്തുന്നതിൻ്റെയും പരസ്പരം അടികൂടുന്നതിൻ്റെയും കഥകൾ രാജ്യത്ത് പല ഭാഗങ്ങളിലും ജനങ്ങളെ ബോധവൽക്കരിക്കാനായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ കക്ഷികളും അതുപോലെ മറ്റു മതേതര കക്ഷികളുമൊക്കെ തന്നെ അതേ പ്രക്രിയ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ചിത്രമാണ് ഈ 2024 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പോലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും മറ്റ് മതേതര കക്ഷികളുമെല്ലാം തന്നെ ആ കടിപിടിയിൽ ഭാഗവാക്കാണ്. ആരും അതിൽ നിന്ന് ഒഴിവല്ല. അതിൻ്റെ ഏറ്റവും രസകരമായ ഉദാഹരണം CPIയുടെ നേതാവ് ആനി രാജ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതാണ്. വയനാട്ടിൽ വന്ന് അവിടെ രാഹുൽ ഗാന്ധി ഉണ്ടാകും, സിറ്റിംഗ് MP ആണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടേക്ക് വന്ന ശേഷം ആനി രാജയും മറ്റ് ഇടതുപക്ഷ നേതാക്കളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി അവിടെ വന്ന് മത്സരിക്കാൻ പാടില്ലായിരുന്നു, ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ പരസ്പരം വന്ന് മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇന്ത്യ മുന്നണിയുടെ മത്സരിക്കാൻ പിന്നീട് അങ്ങോട്ട് വന്നത്? രാഹുൽ ഗാന്ധി അവിടെ വന്ന് മത്സരിക്കുന്നത് ഒരു ശരിയല്ലാത്ത കാര്യം തന്നെയാണ്. നോർത്തിലാണ് ഫാഷിസത്തോട് മുഖാമുഖം നിന്നാണ് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് എന്നത് തന്നെയാണ് ശരി. പക്ഷേ അവിടെ മത്സരിച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന് തയ്യാറില്ലാത്തത് കൊണ്ടോ കോൺഗ്രസ് വയനാട് തിരഞ്ഞെടുത്തു. ടി സിദ്ദീഖ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ അവിടെ നിന്ന് പിൻവലിപ്പിച്ച് വയനാട്ടിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഈ തെരഞ്ഞെടുപ്പിലും അവിടെ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അതവിടെ ഉണ്ടായിരിക്കെ ആനി രാജയ്ക്ക് മറ്റൊരു സുരക്ഷിത സീറ്റ് നോക്കി പോവുകയായിരുന്നു നല്ലത്. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം ഇവിടെ നിന്ന് മത്സരിക്കുകയും രാഹുൽ ഇവിടെ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിരോധാഭാസം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് അവിടെ മാത്രമല്ല, KC വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെയൊക്കെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ച് മുംബൈയിൽ നടന്നിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ മഹാറാലിയിൽ പങ്കെടുക്കാതെ മാറിയെന്ന ഇടതുപക്ഷ കക്ഷികൾ തൊട്ട് പിറ്റേ ദിവസം അതേ കോൺഗ്രസുമായി ബംഗാളിൽ മുന്നണി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നു. എല്ലാ വൈരുദ്ധ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചതുപോലെ, അല്ലെങ്കിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അന്നത്തെ ഭാരതീയ ജനസംഘവും പോലും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അന്നത്തെ ഫാഷിസമായ കോൺഗ്രസിൻ്റെ അടിയന്തരാവസ്ഥയെ നേരിട്ടുകൊണ്ട് അവർ ചെറുത്ത് തോൽപ്പിച്ചത് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ. അതേ ഒരു പരിതസ്ഥിതി ഇപ്പോൾ നിലനിൽക്കുന്നു. കോൺഗ്രസിന് പകരം തൽസ്ഥാനത്ത് BJP ആണുള്ളത് എന്ന് മാത്രം. അങ്ങനെ വരുമ്പോൾ ഒരു മനസ്സോടെ നിൽക്കാൻ, ഒരു മെയ്യോടെ നിൽക്കാൻ, ഒരു കൈയോടെ പോരാടാൻ സാധിക്കുന്നില്ല എന്നിടത്ത് വീണ്ടും നമ്മളിതൊരു കപ്പിൽ വെച്ച്, ഒരു താരത്തിൽ വെച്ച് വീണ്ടും അധികാരം ഫാസിസ്റ്റ് ശക്തികൾക്ക് കൈമാറുന്നു എന്ന വളരെ ക്രൂരമായ തമാശ നോക്കി വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ. നമ്മളെല്ലായ്പ്പോഴും കോൺഗ്രസിനെ കുറ്റം പറയുന്നു. കോൺഗ്രസ്സാണ് ബാബരി മസ്ജിദ് തകർത്തത്, കോൺഗ്രസ്സാണ് ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, കോൺഗ്രസ്സാണ് അന്നൊക്കെ അധികാരത്തിലിരുന്നത്. എല്ലാ കുറ്റങ്ങളും കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവെക്കാം. അത് BJPയും എന്തെങ്കിലും ഒരു കുറ്റാരോപണം വന്നാൽ അന്ന് കോൺഗ്രസ് അല്ലായിരുന്നു ഭരിച്ചിരുന്നത് എന്ന് പറയും. അതിൽ CPMഉം അതുപോലുള്ള പാർട്ടികളും ഒക്കെ തന്നെ മുൻപന്തിയിലാണ്. എല്ലാ മതേതര കക്ഷികളും കോൺഗ്രസിൻ്റെ തലയിൽ കുറ്റം ചാരി വെക്കുന്നതിൽ അത്ഭുതമില്ല. കാരണം അവരായിരുന്നു ഇത്ര കാലവും ഭരിച്ചത്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ആരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്? കോൺഗ്രസിനെ കുറ്റം പറയാം, കോൺഗ്രസ് കുറ്റവിമുക്തരല്ല, അത് ശരി തന്നെയാണ്. പക്ഷേ അതിനൊരു മറുവശമുണ്ട്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോഴും ആരാണ് യഥാർത്ഥത്തിൽ അധികാരം കൈയാളിയിരുന്നത്? ഹിന്ദു മഹാസഭയുടെ സ്വാധീനം കോൺഗ്രസിലുള്ളത് കൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മറ്റൊരു പാർട്ടി ഇന്ത്യയിൽ രൂപമെടുക്കാൻ തന്നെ കാരണം. അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ ഇന്ത്യൻ ജനത സഹിക്കേണ്ടി വന്നു. ഇന്ത്യ വിഭജനം സഹിക്കേണ്ടി വന്നു. തുടർന്നുള്ള മുഴുവൻ വർഗീയ കലാപങ്ങളും വംശഹത്യകളും ഇന്ത്യയിലെ ജനങ്ങൾ സഹിക്കേണ്ടി വന്നു. അതിൻ്റെ പരിക്കുകളൊന്നും തന്നെ സമീപകാലത്തൊന്നും മാറുകയുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും ബാബരി മസ്ജിദ് തകർത്ത ആരാണ്? കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോഴാണ്.
അതിനു മുമ്പ് അവിടെ ശിലാന്യാസം നടന്നത് എങ്ങനെയാണ്? കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോഴാണ്. 1949 ബാബരി മസ്ജിദിൽ വിഗ്രഹം അതിക്രമിച്ച് കടന്ന് പ്രതിഷ്ഠിച്ചത് കോൺഗ്രസ് മുഖ്യമന്ത്രി വല്ലഭായ് പാന്ത് അധികാരത്തിൽ ഇരുന്നപ്പോഴാണ്. അത് എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടിട്ടും എടുത്തു മാറ്റാത്ത കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഉണ്ടായിരുന്നത്. ഈ കഥകളൊക്കെ വെച്ചുകൊണ്ട് ഇന്ത്യയിൽ വർഗീയ കലാപം ഉണ്ടാക്കുക, വർഗീയത വളർത്തുന്നത് കോൺഗ്രസ് ആണെന്ന് പറയാൻ സാധിക്കും. പക്ഷേ കോൺഗ്രസിന് ഉള്ളിൽ ഒളിച്ചു കിടക്കുന്ന ഘടകം, കോൺഗ്രസിനുള്ളിൽ ലയിച്ചു കിടക്കുന്ന ഘടകം, ഏറ്റവും ശക്തമായ ഘടകം വർഗീയ ശക്തികളാണ്. ആ വർഗീയ ശക്തികൾക്ക് അധികാരമുണ്ട്. ആ വർഗീയ ശക്തികൾ ബ്യൂറോക്രസിയിൽ ഏറ്റവും ശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം തന്നെയാണ് ഇന്ത്യയിൽ വർഗീയത വളരാനും കലാപങ്ങൾ ഉണ്ടാവാനും കാരണമായിട്ടുള്ളത്. PSC എന്ന് പറഞ്ഞ ഒരു പോലീസ് വിഭാഗം ഉണ്ടായിരുന്നു പണ്ട്, പോസ്റ്റ് ആംഡ് കോൺസ്റ്റാബുലറി. അത് പൂർണ്ണമായും വർഗീയവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇന്നത്തെ സംഘ് പരിവാറിൻ്റെ ഒരു ശാഖ എന്ന് പറയാവുന്ന വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സംഘമായിരുന്നു. എല്ലാ വർഗീയ കലാപങ്ങളിലും അവരുടെ പങ്ക് തെളിഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1949 ബാബരി മസ്ജിദ് സംഭവത്തിന് കൂട്ടുനിന്ന UP മുഖ്യമന്ത്രി വല്ലഭ് പാന്ത്, അദ്ദേഹത്തിന് RSS പാരമ്പര്യമുണ്ടായിരുന്നു. അയോധ്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫൈസാബാദ് ജില്ലയിൽ ജയിക്കാൻ വേണ്ടി ഇന്നല്ല അന്ന് തന്നെ ഹിന്ദുത്വ കാർഡ് കളിച്ചതിന് തെളിവുകളുണ്ട് അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി. കോൺഗ്രസിൻ്റെ നിരവധി ഉത്തരേന്ത്യൻ മുഖ്യമന്ത്രിമാരെ എടുത്ത് പരിശോധിച്ചാലും ഇതുപോലുള്ള ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ബാബരി മസ്ജിദ് 1992 ഡിസംബർ 6-ാം തീയതി തകർക്കപ്പെടുമ്പോൾ കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു പൂജാമുറിയിൽ കയറിയിരിക്കുകയായിരുന്നു എന്നതിനെക്കുറിച്ച് എല്ലാവരും വാദോരാതെ പറയാറുണ്ട്. പൂജാമുറിയിൽ എന്തുകൊണ്ട് അദ്ദേഹം കയറിയിരുന്നു? 1939 RSS ശാഖയിൽ പരിശീലനം നേടി പുറത്തു വന്നിട്ടുള്ള ഒരാളാണ് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായി ഇന്ത്യ ഭരിച്ചിരുന്നത് എന്നതും തെളിവുകളോടെ പുറത്തു വന്നിട്ടുള്ള വസ്തുതയാണ്. അപ്പോൾ ഈ ഘടകം എക്കാലത്തും കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ സമീപകാലത്ത് മാത്രമാണ്. ഇന്ത്യയിലെ മതേതര ശക്തികൾ അത് മനസ്സിലാക്കി അതിനോട് അനുരഞ്ജനപ്പെട്ട് കോൺഗ്രസിൻ്റെ മതേതര സ്വഭാവത്തെ ശക്തിപ്പെടുത്താനും അതിൻ്റെ കൂടെ നിൽക്കാനുമാണ് ശ്രമിക്കേണ്ടത് എന്ന ഒരു പാഠം ഇതിലെല്ലാം ഉണ്ട്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ. മലബാറിലേക്ക് വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.